നമസ്കാരം. മാധ്യമ പ്രവർത്തനമൊക്കെ നിർത്തി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാലോ? ഇനി ആളുകൾ ധാരാളമായി ഇറങ്ങും. ഞാൻ ഏതായാലും ഇറങ്ങില്ല കേട്ടോ. ടൈറ്റിൽ കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. കാരണം രാഷ്ട്രീയ പ്രവർത്തനം ഒരു ശമ്പളമുള്ള ജോലിയാക്കി, ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെയുള്ള ജോലിയാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തോട് നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല. പക്ഷേ CPM പ്രൊഫഷണലുകളെ തേടുന്നു. മാധ്യമ പ്രവർത്തകർ, IT പ്രൊഫഷണലുകൾ, അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ ജോലികൾ ചെയ്യുന്നവർ, ജോലിയൊന്നും ഇല്ലാത്തവർ, വിദ്യാഭ്യാസമുള്ളവർ, പഠിക്കുന്നവർ ഒക്കെ തന്നെ ആളുകളെ തേടുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും AKG സെന്ററിലേക്ക് അപേക്ഷിക്കാം. നമ്മുടെ ബേബി സഖാവിന്റെ, പ്രിയപ്പെട്ട MA ബേബി സഖാവിന്റെ സൈദ്ധാന്തികമായ ഒരു തീരുമാനമായിരിക്കാം ഇത് എന്ന് വാർത്തകൾ പുറത്തു വരുന്നു. നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു, നല്ല പെൻഷനും കിട്ടുന്നുണ്ട്, പെൻഷന് പുറമെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെയുണ്ട്. ഇവിടെ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരായി ഇരിക്കുന്നവർക്ക് 2 കൊല്ലം കഴിഞ്ഞാൽ പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ എല്ലാം കൊടുക്കും. ജനങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ട് വാരി അതെല്ലാം കറക്റ്റ് ആയിട്ട് കൊടുക്കും. ഇവിടെ ആശാ വർക്കർമാർക്ക് കുറച്ച് പൈസ കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞാൽ അവർക്ക് അർഹമായ പൈസ കൊടുക്കില്ല, മറ്റ് ക്ഷേമനിധി പെൻഷനുകൾ കൊടുക്കില്ല, ജനങ്ങൾക്കൊന്നും കൊടുക്കില്ല. പക്ഷേ ഇവിടെ പെട്ടി ചുമക്കുന്നവനെ എല്ലാം കൊടുക്കും. 2 കൊല്ലം കഴിയുമ്പോൾ യുവമാരെ എല്ലാം മാറ്റിയിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരും. അങ്ങനെ എത്ര പേരെയാണ് നമ്മൾ തീറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ അങ്ങനെയാണോ പണം, അതോ ബക്കറ്റ് പിരിവിലൂടെയാണോ പണം കണ്ടെത്തുക എന്നുള്ള കാര്യമൊന്നും ബേബി സഖാവ് ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയുമായിരിക്കും. എന്തായാലും പ്രൊഫഷണലുകളെ തേടുന്നു. പ്രൊഫഷണൽ പാർട്ടി വർക്കേഴ്സ്. നമ്മൾ ഇതിനു മുൻപ് സങ്കല്പിച്ചിട്ട് പോലും ഇല്ലാത്തൊരാശയമാണ് ബേബി സഖാവ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് കേൾക്കുന്നു. അപ്പൊ ഞാൻ തത്വമയിലെ ജോലിയൊക്കെ നിർത്തി CPM ചേർന്ന് CPM ഒരു പ്രൊഫഷണലായി മാറിയാൽ എങ്ങനെയിരിക്കും എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയതാണ്. അതുകൊണ്ടാണ് ആ ഒരു ടൈറ്റിൽ ഇട്ടത്. പാർട്ടിയുടെ അവസ്ഥയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു പാർട്ടി ഇത്ര കണ്ട് അധപ്പതിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പാർട്ടിയുടെ രീതികളും പ്രവർത്തനങ്ങളും ഒക്കെ നമുക്കറിയാം. പാർട്ടിയിലേക്ക് ആളുകൾ കടന്നു വരികയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക്, പൊതുപ്രവർത്തന രംഗങ്ങളിലേക്ക് ആളുകൾ കടന്നു വരുന്ന ഒരു രീതിയാണ് പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിനു മുൻപ്. ഇപ്പോൾ പാർട്ടിയിലേക്ക് കൂലിക്ക് ആളെ എടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടിയുടെ ആ അവസ്ഥ എവിടം വരെ എത്തി എന്നുള്ളതാണ്. ഇനി ഈ കൂലിക്ക് എടുക്കുന്ന, അല്ലെങ്കിൽ കൂലിക്ക് ജോയിൻ ചെയ്യുന്ന ആളുകളുടെ ജോലി എന്തൊക്കെയാണ് എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും AKG സെന്ററിൽ നിന്നും സഖാവ് MA ബേബിയും സഖാവ് പിണറായി വിജയനും ഒക്കെ ചേർന്ന് നിർദ്ദേശിക്കുമായിരിക്കും. അപ്പോൾ ഇനി മുതൽ ഇൻസേർട്ടൊക്കെ ചെയ്ത് കൈയൊക്കെ കെട്ടി, ഇനി മുതൽ ചിലപ്പോൾ ചുവന്ന ഷർട്ടും ചുവന്ന ടൈയും, അല്ലെങ്കിൽ ചുവന്ന ഷർട്ടും വെളുത്ത ടൈയും, വെളുത്ത ഷർട്ടും ചുവന്ന ടൈയും ഒക്കെ ആയിരിക്കും ഇവരുടെ വേഷം. യൂണിഫോം ഒക്കെ കാണുമായിരിക്കും. സ്ത്രീകൾ ഉൾപ്പെടെ, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രൊഫഷണലുകളെ ഒക്കെ തന്നെ തേടി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഉള്ള തീരുമാനമാണ് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. കരക്കമ്പി ഇങ്ങനെയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും സഖാവ് MA ബേബി സഖാവിന് നേരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പുതിയൊരു ആശയമാണ്. അത് പ്രാവർത്തികമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും CPM ഗുണകരമായ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷ എന്തായാലും അസ്ഥാനത്താകില്ല. അപ്പോൾ പാർട്ടിയിലെ പഴയ പ്രവർത്തകരെ, പൊതുപ്രവർത്തകരെയും അതുപോലെ പാർട്ടിയിലെ പഴയ സഖാക്കളെയും ഒക്കെ ഇനി എന്ത് ചെയ്യും? അതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയല്ലോ. ഇനി അവരെയൊക്കെ എങ്ങനെ ഒഴിവാക്കും? അല്ലെങ്കിൽ അവരെ വോട്ടിംഗ് യന്ത്രങ്ങൾ മാത്രമാക്കി, അല്ലെങ്കിൽ വോട്ട് കുത്താനുള്ള സഖാക്കൾ മാത്രമാക്കി അവരെ മാറ്റുന്നത് എങ്ങനെ? അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ ഇനി ആർക്കൊക്കെ കൊടുക്കും? ഈ പ്രൊഫഷണലുകൾക്ക് സ്ഥാനമാനങ്ങളൊന്നും കൊടുക്കും എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. അവർ ജോലിക്കാരാണ്, പാർട്ടിയിലെ വർക്കേഴ്സാണ്, പ്രൊഫഷണലുകളാണ്. അവർക്ക് സ്ഥാനമാനങ്ങളൊന്നുമില്ല. അവർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പാർട്ടിയെ ഉദ്ധരിക്കാൻ, പാർട്ടിയുടെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, സൈബർ ടീമായിട്ടും അല്ലാത്ത ടീമായിട്ടും പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ തന്നെയായിരിക്കും അവർ പോകുന്നത്. തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ അവർക്ക് നല്ല പിടിപ്പത് പണിയാണ്. എന്തൊക്കെയായാലും എല്ലാ പ്രൊഫഷണലുകൾക്കും CPM സ്നേഹത്തോടെ സ്വാഗതം. CPM കടന്നു വരിക. നിങ്ങൾ ഒരു പ്രൊഫഷണൽ പാർട്ടി വർക്കറായി മാറുക. നിങ്ങൾക്ക് ശമ്പളം കിട്ടും, പെൻഷൻ കിട്ടും, മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടും, എല്ലാവിധ സഹായങ്ങളും കിട്ടും. ഇനി നിങ്ങൾക്ക് മയക്കുമരുന്ന് കച്ചവടം നടത്തണമെങ്കിലോ, നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള തോന്നിയാസങ്ങൾ കാണിക്കണമെങ്കിലോ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും, പിന്തുണയുണ്ടാകും. പോലീസ് നിങ്ങൾക്കെതിരെ കേസെടുക്കില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രാഫിക് നിയമം ലംഘിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ പോലീസ് പിടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ പാർട്ടിയുടെ ഇന്ന പോസ്റ്റിലുള്ള ആളാണ്, മാനേജറാണ്, അല്ലെങ്കിൽ പാർട്ടി മാനേജർ, അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ് പാർട്ടി ഓഫീസർ ആണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ പോലീസുകാർ എഴുന്നള്ളിച്ച് വീട്ടിൽ കൊണ്ടുവിടും. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും CPM എന്ന പാർട്ടിക്ക് നേരുകയാണ്. പ്രൊഫഷണലുകളെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സധൈര്യം മുമ്പോട്ട് പോകാം. ഇത് ഇന്ത്യയിൽ മുഴുവൻ വ്യാപിപ്പിക്കുമോ എന്നറിയില്ല. തൽക്കാലം കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് കേൾക്കുന്നു. എന്തായാലും ഞാൻ പോകുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ വെറുതെ. കാരണം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ തേടുന്നുണ്ട്. മാധ്യമ പ്രവർത്തകരെയുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരെ, പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെ പാർട്ട് ടൈം ആയിട്ടും ഒക്കെ ഉണ്ട്. പാർട്ട് ടൈം ഉണ്ട്, ഫുൾ ടൈം ഉണ്ട്, ഹാഫ് ടൈം ഉണ്ട്, അങ്ങനെ പലതുമുണ്ട്. പല രീതിയിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ AKG സെന്റർ വലിയൊരു റിക്രൂട്ട്മെന്റ് സെന്ററായി മാറും. നമുക്ക് കാണാം. റിക്രൂട്ട്മെന്റ് നടത്തി പാർട്ടിയെ ഉന്നതികളിൽ എത്തിക്കാൻ സഖാവ് MA ബേബിക്ക് പ്രാപ്തമാകട്ടെ, കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. Branding partner EduBix Online Executive Education. Focus
ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ